ഹായ് ഓളപ്പം നമുക്കിന്നൊരു വാട്ട ഈ 8-ൻ്റെ ഡേ നോക്കിയാലോ. രാവിലെ തന്നെ ഒരു ക്രീം ബന്നും പിന്നെ കുറച്ച് ചായയും കുടിച്ചേട്ടാ. അത് കഴിഞ്ഞൊരു 9:30-10 മണിയാകുമ്പം പുട്ടും നല്ല സോയാബീൻ കറിയും ഉണ്ടായിരുന്നു. അത് കഴിച്ച് ഞാനിങ്ങനെ സോയാബീൻ പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുത്തിട്ട് സോയാബീൻ മാത്രം തിന്നും, എന്നിട്ട് പിന്നെ ചാറും കൂട്ടിയിട്ട് പുട്ടും തിന്നും. അങ്ങനെയാണ് കഴിക്കൽ. പിന്നെ അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും കഴിച്ചില്ല. പിന്നെ ഉച്ചക്കാണ് കഴിക്കുന്നത്. ഉച്ചക്ക് നല്ല കാബേജ് ചോറും നല്ല അടിപൊളി വറുത്തരച്ച സാമ്പാറും നല്ല നമ്മളെ മുട്ടയും പിന്നെ അടിപൊളി മാങ്ങാച്ചാറും പിന്നെ രാവിലത്തെ സോയാബീൻ ഇതായിരുന്നു ഉള്ളത്. അപ്പം അത് നമ്മളെ റിക്കോർഡൻ നുഞ്ചിട്ട് കഴിച്ചു. റിക്കു അതിൻ്റെ അന്ന് മുട്ട മാത്രം തിന്നിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരമാണ് കഴിക്കുന്നത്. വൈകുന്നേരം നല്ല കപ്പ ഉടച്ചതുണ്ടായിന്, അത് കഴിച്ച്. റിക്കൂട്ടന് സ്പെഷ്യൽ മാഗി ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്തുനിന്ന് ഇത്തിരി കോച്ചിട്ട് തിന്നു കേട്ടോ. അതിന് റിക്കൂട്ടനെ ദഹിപ്പിക്കുന്ന നോട്ടം ഞാൻ കണ്ടതാണ്. അതിനുശേഷം പിന്നെ രാത്രി നമ്മളിതാ ഉച്ചക്കത്തെ അതേ വിഭവങ്ങളായിരുന്നു ചോറിനുണ്ടായിരുന്നത്. അപ്പം ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.